ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മൾ സ്ഥലം വരെ പോവുകയാണ്. ഇതെപ്പോൾ ഉള്ളതാണ്, വീഡിയോ എടുക്കുമ്പോൾ എന്തെങ്കിലും കോസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കൽ. അപ്പം നമുക്ക് പോവാല്ലേ. അപ്പം നമ്മൾ സിനിമക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചിനി. അപ്പോൾ പയ്യനോട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു എപ്പോൾ സിനിമക്ക് പോകുന്നില്ലേ, ആ പൈസ കൊണ്ട് നമുക്ക് മാട്ടൂൽ പോകാമെന്ന് പറഞ്ഞു. പോകുന്ന വഴിക്കൊരു ബൈക്ക് കണ്ടു. ആ ബൈക്കിനെ ചേസ് ചെയ്ത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ് ഇത്. അങ്ങനെ ചേസ് ചെയ്ത് പിടിക്കണം എന്നുള്ള ആഗ്രഹം അതെന്തായാലും നടത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്താ പറയുക, നമുക്കൊരു വൈബ്, ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുമ്പോൾ. എന്തോ ഒരു പ്രത്യേകതയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സ്ഥലത്തേക്ക് കൂടെ എല്ലാം പോകുമ്പോൾ. അപ്പം നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. എപ്പോൾ ലീവുള്ള ദിവസം ഞാനൊന്നും സ്വൈര്യം കൊടുക്കില്ല. അടങ്ങും പോവാന്ന് പറയും. എപ്പോൾ സിനിമക്ക് പോകുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്തായാലും ആ പൈസ സിനിമ കണ്ട് കളയുന്നത്. അത് സിനിമ മോശമാണെങ്കിൽ ആ പൈസ പോയി. ഞാൻ പറഞ്ഞു എപ്പോൾ നമ്മൾ പോകുന്നതല്ലേ, നമുക്ക് ഇന്ന് എന്തായാലും മാട്ടൂലേക്ക് പോവാം, പെറ്റ് സ്റ്റേഷൻ കുറച്ച് മൃഗങ്ങളെല്ലാം കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എത്താനായിട്ടുണ്ട്. ബീച്ചിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെയാണ്. നോക്കാം എന്ത് രസമാണല്ലോ. കുറച്ചും ചില്ലറയൊന്നുമല്ല, ക്രൗഡ് ഉണ്ടായിനി, നല്ല ക്രൗഡ് ഉണ്ടായിനി നോക്ക്. പക്ഷേ പെറ്റ് സ്റ്റേഷൻ്റെ ഉള്ളിൽ അത്ര തിരക്ക് ഉണ്ടായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. പുറത്ത് നല്ല തിരക്കുണ്ടായി. നമുക്ക് കയറുന്ന സമയത്ത് ഫുള്ളാളും കുറേ വണ്ടിയെല്ലാമായിട്ട് അവിടെ എത്താൻ കുറേ കഷ്ടപ്പെട്ടു. അപ്പോൾ എന്തായാലും നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി വണ്ടി ഇടം കൊണ്ടൊന്ന് പാർക്ക് ചെയ്യണം. എവിടാന്ന് വെച്ച് അതന്വേഷിച്ച് നടക്കുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഒരു കുഞ്ഞു സ്ഥലം കിട്ടിയാൽ മതി നമുക്കൊന്ന് കയറി വണ്ടി വെക്കണമെങ്കിൽ. ഇതാണ് അവിടെ എത്തിയാലുള്ളൊരു വ്യൂ. പെറ്റ് സ്റ്റേഷൻ, അതിന് നേരെ ഓപ്പോസിറ്റ് ബീച്ച്. അപ്പം ഇങ്ങനെ നടന്നു പോയപ്പോൾ അവൻ പറഞ്ഞു നമുക്ക് ചായ കുടിച്ചിട്ട് എന്തായാലും ഉള്ളിൽ കയറാമെന്ന്. അപ്പം ഇങ്ങനെ നടന്ന് ഒരു ചായക്കട കാണുമ്പോൾക്ക് ആളെ നല്ല തിരക്ക്. അപ്പോൾ അവൻ പറഞ്ഞു തിരക്കില്ലാത്ത സ്ഥലത്തേക്ക് പോവാ പറഞ്ഞപ്പോൾ ആടെ ഞാൻ കോളിഫ്ലവർ ഇല്ലേ അത് കണ്ടു. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് അത് തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഒരാൾ അവിടെ മുമ്പിൽ വന്ന് നിൽക്കുകയും ചെയ്തു. ഞാൻ എന്നിട്ട് അത് വേണമെന്ന് പറഞ്ഞ് എനിക്കത് വാങ്ങി തന്നു. ഞാനതും വാങ്ങി നേരെ പുറത്തേക്ക് നടന്നു. അവൻ പൈസയും കൊടുത്ത് മെല്ലെ വന്ന് മുടി മുറിക്കുന്ന അയാൾ ഇവനിട്ടൊരു പണി കൊടുത്തു. നല്ല സ്റ്റൈലിൽ മുറിച്ചതാന്ന് പറഞ്ഞിട്ട് മറ്റേ ഫ്രണ്ട്സിലെ ജയറാമനെ കണക്കാക്കി ഇപ്പോൾ തുപ്പിയിട്ടിട്ടാണ് നടക്കേണ്ട അവസ്ഥ. ഇങ്ങനെ റോട്ടും വന്ന് വീഡിയോ എടുക്കുമ്പോൾ എന്നോട് പറയുന്നത് ഒന്ന് മാറി നിൽക്കുക, വണ്ടി വരുന്നുണ്ട്. അയ്യോ, ഇപ്പം അവരെ വായിന്ന് തെറിയൊക്കെ ഉണ്ടെന്ന്. പിന്നെ ഇങ്ങനെ ഉപ്പിലിട്ട മാങ്ങയും നെല്ലിക്കയും ക്യാരറ്റെല്ലാം വെക്കുമ്പം കാണുമ്പോൾ എന്തായാലും വാങ്ങാണ്ടിരിക്കാൻ തോന്നില്ല. നെല്ലിക്കയും വാങ്ങി അതും കഴിച്ചുകൊണ്ടിരുന്നു. അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. നേരെ നമ്മൾ പെറ്റ് സ്റ്റേഷനിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൻ്റെ മുമ്പിലെത്തി. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി. 150 ഉറുപ്പ്യാണ് കേട്ടോ ഒരാൾക്ക്. നമുക്ക് അതിൻ്റെ കൂടെ 2 പാസ് കിട്ടും, അവിടെയുള്ള ഏതെങ്കിലും മൃഗത്തിൻ്റെ അപ്പുറം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ കയറാൻ വേണ്ടി പോവേന്ന്. കയറിയ പാട് 2 കുതിരേൻ്റെ സെക്ഷനാണ് ഉണ്ടായിനി. ഒന്നൊരു വൈറ്റും ഒന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റും. അതിന് ഞാൻ തൊട്ടിട്ട് ഒരുമാതിരി ഒരു കല്ല് കണക്ക് ഓരോരം. ഞാൻ പറഞ്ഞു തൊട്ടോക്കെ എന്തോ ഒരു ജിമ്മന്മാരെല്ലാം പിടിക്കുന്ന നടക്കിയിട്ട് തൊട്ടോ പോയി തൊടുന്നുണ്ട്. അവരിങ്ങനെ ചില മൃഗങ്ങളെല്ലാം പിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പൂച്ച, പട്ടിന്ന്. പക്ഷെ ഇങ്ങനത്തെ ചിലേനൊന്നും പിടിക്കുന്നതിന് ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ എൻട്രി കയറിയ പാടും നല്ല രസം. അതിൻ്റെ ഉള്ളൊരു വൈബ്, നമ്മൾ എവിടെയോ എത്തിയൊരു ഫീലാണ്. ഇത് മറ്റെന്നാ അരാപ്പൊയ്മ. എന്ത് വലിപ്പമല്ലേ ഈ മീനെല്ലാം. എല്ലാത്തിനും ഒന്നിനൊന്നും മെച്ചം, ഒന്നും ചെറുതല്ല, എല്ലാം വലിയ ടൈപ്പ് മീൻ. അതും പറഞ്ഞ് ഇങ്ങനെ നമ്മൾ നടക്കുകയെന്ന്. അപ്പുറം വേറെ കുറേ മീനുണ്ടായിനി, അതിനെയും കണ്ട്. പിന്നെ ഫുള്ള് പക്ഷീൻ്റെ സെക്ഷൻ. മറ്റേ പഞ്ചവർണ്ണത്തത്ത, വെള്ളത്തത്ത. അത് കല്ല് ഒന്ന് ഫുഡാന്ന് വിചാരിച്ച് കല്ല് കടിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റേ ഇതാന്ന് തോന്നുന്നല്ലേ പഞ്ചവർണ്ണത്തത്ത. നല്ല രസമല്ലേ കാണാൻ. സിനിമയിലെല്ലാം കണ്ടിട്ടുണ്ട്. നല്ലാണ്ട് കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അതിൻ്റെ എല്ലാം കൂടെ നിന്നിട്ട് നമുക്ക് ഫോട്ടോ എടുക്കേണ്ട ഒരു സെക്ഷൻ ഉണ്ടായിനി കേട്ടോ. അതിൻ്റെ പാസ്സാന്ന് ഞാൻ ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിനി. നോക്കറ എന്ത് വലിപ്പാന്നൊരു കോഴിക്ക്. ഇതെല്ലാം നമ്മളെ നാട്ടിലെല്ലാം ഈടെയല്ലേ കാണാൻ കഴിയല്ലേ. പിന്നെ കുറേ പേരൊന്നും അറിയാതെ കുറേ മീനും കുറേ പക്ഷികളും കുറേ എന്തെല്ലാം ഉണ്ടായിനി. എന്നെ കാണാൻ ഒരു പെങ്കിൻ്റെ എല്ലാം ഒരു ഇതല്ലേ, നല്ല രസമുണ്ടായിനി കാണാൻ. ഇത് നോക്കറ വളർച്ചയില്ലാത്ത കുതിര കണക്ക. അയ്യോ, ഇതൊരു കുറുമ്പൻ തന്നെ. നോക്കറ തലയും വറുത്തിട്ടിട്ട്. അത് അവന് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അത് നല്ല ഇണങ്ങുന്നൊരു ടൈപ്പ് ആട്. ഞാനതിനിങ്ങനെ എന്നിട്ട് ക്യൂട്ടായിട്ട് ഇങ്ങനെ പിടിക്കാനെല്ലാം പറ്റുന്നുണ്ടായിനി. നല്ല രസമുണ്ടായിനി കേട്ടോ. ഒന്നും നമ്മൾ ഉപദ്രവിക്കുന്നില്ല. എല്ലാം അവർ ഒരു ഇത് കൊടുത്തതാന്ന് തോന്നുന്നു, ട്രെയിനിങ് കൊടുത്തൊരു ഇതാന്ന് തോന്നുന്നു അല്ലേ. ഇതെല്ലാം കാണുമ്പോൾ പേടിയാകുന്നുണ്ട്. പക്ഷേ ഇത് അവർ പിടിച്ചിട്ടുള്ള കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം കാണുന്നുണ്ടായിനി. ഞാൻ കുറച്ച് അങ്ങോട്ടത്തേക്ക് പാവയിലൊക്കെ കഴുത്തിലിട്ട് ഒരാൾ ഫോട്ടോ എടുക്കുന്നുണ്ട്.
ഞാൻ കുറേ അവനോട് പറഞ്ഞേടാ എടുക്കുകയോ അവനാണെങ്കിൽ എന്തോ ഒരു അതിൻ്റെ വഴുവഴുപ്പ് കൊണ്ട് പേടിയല്ല അതിൻ്റെ വഴുവഴുപ്പ് കൊണ്ട് ഒരു അറപ്പ് ഫീലിങ് വരുന്നു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം പഞ്ചവർണ്ണ തത്തേനെ എടുക്കണമെന്ന്. ഞാനെന്നിട്ട് അതിനെ എടുത്തൊരു ഫോട്ടോയിൽ എടുക്കാറുണ്ട് ഇങ്ങനെ നിന്നു. നല്ല രസമുണ്ട് കേട്ടോ. ഒന്നും ചെയ്യുന്നില്ല, പേടിയുണ്ടായിനി. പക്ഷേ ഞാൻ ഓനെ വിളിക്കുന്നു ആ ഫോട്ടോ എടുക്കാറുണ്ട്. പിന്നെ അവരെ വീഡിയോയിലെല്ലാം കാണുന്ന കണക്കത്തെ ഒരു കുരങ്ങനെ കണക്കത്തെ. പിന്നെ ഇത് എന്ത് രസമാണെന്നറിയോ, അതിൻ്റെ കൈ അങ്ങനെ കൊടുക്കുമ്പോൾ അതിങ്ങനെ കൊത്തുമ്പോൾ ഞാൻ ആദ്യം പേടിച്ചു പോയി. പക്ഷെ നല്ല രസം. പക്ഷെ അതിന് ഗുളിക തന്നിന് കേട്ടോ, അതിൻ്റെ മരുന്ന് തന്നിന് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ അതിനെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട്. എന്ത് രസമല്ലേ കളർഫുള്ളായിട്ട്. ഞാൻ എന്നിട്ട് ഓനോട് പറഞ്ഞു ആ ഗുളിക എടുക്ക് നമുക്കത് കൊടുക്കാമെന്ന്. ഓന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ എല്ലാം കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഫീഡ് ചെയ്യേണ്ട അതിൻ്റെ മരുന്നാണ് അവർ തന്നിട്ടുണ്ട്. അതിനെ അത് ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ തരുന്നതാണ്. അത് നമ്മളിങ്ങനെ കൊത്തുമ്പം എന്തോ ഒരു ഇക്കിളി ഫീല്. പിന്നെ ഞാൻ പറഞ്ഞു കുറച്ച് എനക്കെന്താ എന്ത് രസമാണെന്ന് അറിയാം, ഒരു ഇക്കിളി ആവുന്നത്. ഞാൻ പിന്നെ അയിലത്തിനൊക്കെ മരുന്ന് കൊടുക്കാണ്ട് ഞാനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അതിൻ്റെ പല്ലും കാര്യങ്ങളൊന്നുമില്ല, എന്തോ ഒരു ഫീൽ, എന്താ പറയുക, നല്ല രസമുണ്ട് അതിനെ കൊണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു ബാഡ് സ്മെല്ലെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ മീനല്ല അതിൻ്റേതായ ഒരു സ്മെല്ല്, ഒരു വഴുവഴുപ്പ്. അതിനെ വിടുന്നേ ഇല്ല, അതിനെല്ലാം എടുത്ത് കൊണ്ടുപോകുന്ന അവരെ ചീത്തയും കിട്ടി. പിന്നെ ഒരു കുർത്തം കെട്ട ഒരു നായി ഉണ്ടായിനാടാ. എൻ്റെ അമ്മോ കുർത്തക്കേട് എന്നെല്ലാം പറഞ്ഞ കുറുമ്പൻ തന്നെ അത്. മറ്റേ പാട്ടെല്ലാം ഇടാം കുർത്തം കെട്ടവൻ. എന്ത് രസമെന്നറിയോ, എനിക്ക് ഈ മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടം പട്ടി, പൂച്ച, ഈറ്റിങ്ങളെല്ലാം ഭയങ്കര ഇഷ്ടം. പിന്നെ അവിടെ ഒരു ഷിറ്റ്സു എന്നും പറഞ്ഞിട്ടൊരു നായി ഉണ്ടായി. അതിനെ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തിട്ടാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുക്കാം. എനിക്കിനെ ഭയങ്കര ഇഷ്ടമായി. ഇനി കൊണ്ടുപോയാലോ എന്നുണ്ട്, പക്ഷെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. പിന്നെ അവിടെ ഒരു കുഞ്ഞ് നായി ഉണ്ടായിന്. അതിങ്ങനെ തലയും പുറത്തിട്ട് എല്ലാവരോടും ഇങ്ങനെ ഇങ്ങനെ ഇതായിക്കോണ്ടുണ്ട്. ഇടും ഇണങ്ങിയൊരു ടൈപ്പ് നായി എല്ലാവരോടും ഇങ്ങനെ കളിച്ചോണ്ടുണ്ടായിരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. കുഞ്ഞി നായി വളരൂലാന്ന് തോന്നുന്നു. പിന്നെ അവിടെ ഒരു നാടൻ പ്രാവ് ഉണ്ടായിട്ട് നമ്മളെ നാട്ടിലുള്ള സർവ്വസാധാരണമായിട്ട് കാണുന്നത്. അപ്പം അതിൻ്റെ കഴുത്തിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ നോക്കാറാന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞത് എല്ലാ പ്രാവും അങ്ങനെ, അത് ഇണചേരാൻ പോകുന്നതാണെന്ന് എന്നോട് അവൻ പറഞ്ഞു. ശരിയാണെന്നൊന്നും അറിയില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യട്ടാ. പിന്നെ വെച്ച് നോക്കി അടിപൊളിയായിട്ടില്ല. ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നല്ല ഒറിജിനൽ ആണെന്നൊന്നും അറിയില്ല. കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. എന്തോ ഒരു രസം അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നുണ്ട്, ക്ഷമിക്കട്ടെ. അത് ഇവരെന്തെല്ലാം ഒച്ചപ്പാടാക്കുന്നുണ്ട്, അതാണ്. പിന്നെ കുറേ പാമ്പിനെല്ലാം കണ്ടിട്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഇത് മറ്റേ നമ്മളെ പെരിപ്പാമ്പന്നെ, അതിൻ്റെ കളർ ഇങ്ങനെ എന്താണെന്ന് അറിയില്ല. പിന്നെ കുറേ എലി അങ്ങനത്തെ സാധനങ്ങളിലാണ്ടായി ഇങ്ങനെ പല ടൈപ്പ് എലികൾ. എന്തെല്ലോ സ്ഥലം നമ്മളാദ്യമായിട്ട് കാണുന്നു. പക്ഷെ ഇതെല്ലാം നമ്മൾ കയ്യിലെടുക്കുന്ന ടൈപ്പ് എലിയാന്ന് തോന്നുന്നു. നമ്മളെ വീട്ടിലെല്ലാം ഇങ്ങനെ ഇതാക്കാൻ വരുന്ന എലിയൊന്നുമല്ല. പിന്നെ ഇവിടെ കുറേ കുഞ്ഞുങ്ങളുണ്ടായിന് അതിൻ്റെ. പിന്നെ ഇതാ ഒരു കുറേ എലിക്കുഞ്ഞുങ്ങൾ ഇപ്പം ഉണ്ടായത് എലിന്നൊന്ന് നോക്കി. അതിലവിടെ കുർത്തക്കട തന്നെ ഇതുങ്ങൾ. അതിൻ്റെ അടിയിൽ വേറെ ഒന്നുണ്ട്, അത് എണീക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. കാണുമ്പോൾ ഒരു ഇത് തന്നെ, എന്ത് രസമാണെന്ന് നോക്ക്. പിന്നെ ഫുള്ള് അക്വേറിയം സെക്ഷൻസാണ് ഉണ്ടായിന്. വീഡിയോക്ക് പാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കുറേ ഞാൻ മിസ്സാക്കി. പിന്നെ ഈ മീൻ വാങ്ങാൻ വേണ്ടി നിന്നപ്പോൾ അതിനാണെങ്കിൽ 230 രൂപ. പിന്നെ വേണ്ട വെച്ചു, ഇറങ്ങി നമ്മൾ ആടുന്നു. ഇറങ്ങിയപ്പോഴേക്ക് നല്ല ഇരുട്ടായി. അപ്പോൾ ചോദിക്കുന്നത് ഇത്ര പെട്ടെന്ന് ഇരുട്ടായാന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ മുമ്പിൽ കുറച്ച് നേരം ബീച്ചെല്ലാം കണ്ടപ്പോൾ നമ്മൾ ചെന്നാൽ ബീച്ചിലെല്ലാം കുറച്ച് നേരം ഇരിക്കുക. പിന്നെ കുറേ പട്ടം പറന്നുണ്ടായിരുന്നു പിള്ളേർ, അതെല്ലാം നമ്മ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. ഓനതാ ഇങ്ങനെ നോക്കുന്നു. പിന്നെ നമ്മൾ വണ്ടി എടുത്തു, ടാറ്റ പറഞ്ഞ് പോലായി. പിന്നെ വീഡിയോ എത്രത്തോളം നല്ല വൃത്തിയാവുമെന്ന് അറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വ്ളോഗെല്ലാം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു ഇതെല്ലാം ഉണ്ടാവും, മിസ്റ്റേക്കും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. കുറച്ചും കൂടെ കഴിയുമ്പോൾ നമ്മൾ മെച്ചപ്പെടുത്തി കൊണ്ടതാ വിചാരിക്കുന്നു. പോകുന്ന വഴിക്ക് കുറേ വൈബ് പിള്ളേരാണ് പാട്ടും പാടുന്നത്. ആ വൈബ് ടീം അവരൊരു എൻജോയ്മെൻറ്റിന് അവരവിടെ നിന്ന് പാട്ടും പാടി കൈയും കൊട്ടിയും കളിച്ചൊരു വൈബാക്കുന്ന പിള്ളേരും. പിന്നെ ഇതാ പോകുമ്പം നല്ല ക്രൗഡാണ് ഉണ്ടായിനി. വഴിയിൽ നിന്ന് മാറി തരുന്നില്ല ആരും, എല്ലാവരും റോട്ടുമ്പോൾ പരന്ന് നടക്കുകയാണ്. അപ്പം നമ്മളിതാ വീട്ടിലേക്ക് തിരിച്ചു പോവാലായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.